ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കാണുന്നത് സോഡ ആർട്ട് ഓൺലൈൻ എന്ന ആനിമയുടെ സീസൺ 1 എപ്പിസോഡ് 5 ആണ്. ലൈക്ക് ചെയ്യാത്ത ഒരാളിലുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ അതിനൊന്ന് ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈക്കാണ് എന്റെ മോട്ടിവേഷൻ. നമുക്ക് ഇനി നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ ആദ്യം തന്നെ കാണുന്നത് മറ്റൊരു ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയാണ്. അവള് ഒരു ബീസ്റ്റ് ടാമറാണ്. അതുപോലെ അവളുടെ പേര് സിലിക്ക എന്നാണ്. അവളോടൊരു ചുവന്ന മുടിയുള്ള പെണ്ണ് ചോദിക്കാണ്, നിനക്ക് എന്തിനാണ് ഞങ്ങൾ ആ ഹീലിംഗ് ക്രിസ്റ്റൽ തരേണ്ട ആവശ്യം? നിനക്കൊരു ലിസാർഡ് ഇല്ലേ, അതും സൂപ്പർ ഹീലിംഗ് പവേഴ്സ് ഉള്ളത്. ആ സമയത്ത് അവള് പറയാണ്, നീ ഒരിക്കൽ പോലും ഫ്രണ്ടിൽ നിന്നിട്ട് ഫൈറ്റ് ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് നിനക്ക് ആ ഹീലിംഗ് ക്രിസ്റ്റൽസ്? നീ എപ്പോഴും ബാക്കിൽ ഫൈറ്റ് ചെയ്യല്. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ സിലിക്ക പറയാണ്. ആ സമയത്ത് ചുവന്ന മുടിയത്തി പറയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് ഏതെങ്കിലും നല്ല ചെക്കന്മാരെ കാണുന്ന സമയത്ത് അവരെ ഹീൽ ചെയ്ത് ഇംപ്രസ് ചെയ്യാനുള്ളതാണ്. അതെന്തായാലും ഞാൻ നിനക്ക് തരില്ല എന്ന് പറയാണ്. നിങ്ങൾ എന്താണോ ചെയ്തോ, എന്റെ എല്ലാ ഐറ്റംസും എടുത്തോ, പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂടില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഓടിപ്പോവാണ്. അവള് നല്ലപോലെ സങ്കടപ്പെട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ പിന്നെ കാണുന്നത് നൈറ്റില് അവള് ഒരു മരത്തിനുള്ളിൽ കിടക്കുന്ന സമയത്ത് അവൾക്ക് 3 കുരങ്ങന്മാർ വരികയാണ്. അത് വളരെ ജയന്റ് ആയിട്ടുള്ള ഒരു ബീസ്റ്റ് ആയിരുന്നു. അവളുടെ HPയും കാര്യങ്ങളൊക്കെ ഏകദേശം പകുതിയും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് 44 ലെവലും ഇപ്പൊ ഉണ്ട്. ആ സമയത്ത് ഒരു കുരങ്ങൻ വന്ന് അവളെപ്പോ കൊല്ലടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവൾ അവിടെ നിന്ന് മാറാണ്. അതിന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടവള് വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യാണ്. ആ സമയത്ത് അവളുടെ ബീസ്റ്റ് അവളെ ഹീൽ തുറക്കുകയാണ്. പക്ഷെ അവളെ ഹീലിംഗ് ബീസ്റ്റിന് അത്രക്ക് പവർ ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് ഹീൽ ആയിട്ടില്ല. അവൾ ആ സമയത്ത് അവളുടെ ഹീലിംഗ് ക്രിസ്റ്റൽസ് തിരയുന്ന സമയത്ത് അത് അവൾക്ക് നഷ്ടമായിട്ടുണ്ട്. അതായത് അവന്മാര് അവളുടെ ആദ്യത്തെ ഗ്രൂപ്പിലുള്ളവര് അത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ടൈമിന് ആ ബീസ്റ്റ് അവളെ അടിക്കാണ്. അവൾ ആ മരത്തമ്മ ചെന്നിടിച്ച് താഴത്തേക്ക് വീഴാണ്. ആ സമയത്ത് ഒരു ബീസ്റ്റ് അവളെ ഒരു വടി വെച്ച് അടിക്കുന്നതും അത് അവളുടെ ആ ഹീലിംഗ് ബീസ്റ്റ് കൊള്ളാണ്. അവിടെ വെച്ച് ആ ഹീലിംഗ് ബീസ്റ്റ് മരണപ്പെടാണ്. ആ ഹീലിംഗ് ബീസ്റ്റിനെ അവള് വിളിക്കുന്നത് പീന ആണ്. അങ്ങനെ ടെൻഷനായിട്ട് പീന പീന എന്ന് വിളിച്ച് അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് ആ ബീസ്റ്റിന്റെ ചിപ്പി തീർന്ന് അതവിടെ മരണപ്പെടാണ്. അതിന് ഒരു ഫെദർ മാത്രം തിരിച്ചു കിട്ടി. ആ സമയത്ത് ആ ബീസ്റ്റ് പുറകെ അറ്റാക്ക് ചെയ്യാൻ വന്നതും ഓരോ ബീസ്റ്റായിട്ട് മരണപ്പെടാണ്. അവിടേക്ക് കിർറ്റോ വന്നിട്ടുണ്ട്. കിർറ്റോ ഭയങ്കര പവർഫുൾ ആയിരിക്കുകയാണ്. ആ സമയത്ത് സിലിക്ക അവളെ ദയനീയമായിട്ട് കരയാണ്. അങ്ങനെ അവളുടെ ബീസിന്റെ ഫെദർ എടുത്ത് കരഞ്ഞോണ്ടിരിക്കാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് കിർറ്റോ വന്ന് ചോദിക്കാണ്, നിന്റെ ഫ്രണ്ട് എന്താ മരിച്ചു പോയെന്ന്? നീ എന്തോ ഒരു ബീസ്റ്റ് ടാമർ ആണെന്ന് ചോദിക്കാണ്. ആ സമയത്ത് അവള് ആദ്യം എന്ന് പറയണേ, നന്ദിയുണ്ട് എന്നെ സേവ് ചെയ്തതെന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ കിർറ്റോ അത് ചെക്ക് ചെയ്യാൻ പറയാണ്. അതിനെന്തേലും ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പറയണേ. അങ്ങനെ അവളത് ചെക്ക് ചെയ്ത് നോക്കാണ്. ആ സമയത്ത് അത് ആ ബീസ്റ്റിന്റെ ഹൃദയമായിരുന്നു. അവൻ പറയാണ്, ആ ബീസ്റ്റിനെ റിവൈവ് ചെയ്യാൻ പറ്റും. അതിന് 40ാമത്തെ ഫ്ലോറിൽ ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ പൂവ് വെച്ച് അതിനെ ഹീൽ ചെയ്ത് റിവൈവ് ചെയ്യാൻ പറ്റും പറയാണ്. ഫസ്റ്റ് അവൾക്ക് ഹാപ്പി ആയെങ്കിലും 40ാമത്തെ ഫ്ലോർ കണ്ടപ്പോ അതും ഒരു നിരാശയായി മാറാണ്. അങ്ങനെ കേട്ടി പറയാണ്, നിനക്ക് എന്തായാലും അതിനെ കൊണ്ട് സാധിക്കും, നിനക്ക് ഞാനൊരു സംഭവം തരാന്ന് പറഞ്ഞ് അവൾക്ക് എന്തോ ഒരു സാധനം അയച്ചു കൊടുക്കാണ്. അവൻ പറയാണ്, നീ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് 5 മുതൽ 7 ലെവൽസ് വരെ ഒറ്റയടിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കൂടുന്നു പറയാണ്. അങ്ങനെ ആ സമയത്ത് അവൾ ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ സഹായിക്കുന്നതെന്ന്? നീ ചിരിക്കില്ലെങ്കിൽ ഞാൻ പറയാന്ന് പറയാണ് കേട്ടോ. ആ സമയത്ത് അവൾ അതേന്ന് പറയാണ്. അങ്ങനെ കേട്ടി പറയാണ്, നിന്നെ കാണുന്ന സമയത്ത് എനിക്ക് എന്റെ അനിയത്തെ പോലെയാണ് തോന്നുന്നെന്ന് പറയാണ്. അത് കേട്ട് സിലിക്ക അവിടെ നിന്ന് ചിരിക്കുകയാണ്. അങ്ങനെ കീർത്തി പറഞ്ഞു, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേന്ന്. അങ്ങനെ അവൻ ഐറ്റം അവൾക്ക് അയച്ചു കൊടുക്കുകയാണ്. പിന്നെ കാണുന്നത് കിർറ്റോയും അതുപോലെ തന്നെ സിലിക്കയും അവരുടെ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് സിലിക്കയുടെ ഗ്രാമത്തിലേക്ക്. സിലിക്ക, നീ ഇങ്ങോട്ട് വന്നാലേ ഞങ്ങൾ നിന്നെ പറ്റി ഓർത്ത് ഇവിടെ വിഷമിച്ചിരിക്കായിരുന്നു. ആ സമയം സിലിക്ക പറയാണ്, ഞാൻ ഇവന്റെ കൂടെ കൂടി അമ്മാരാണ് ഒരു ലുക്ക്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നടന്നു പോവാണ്. പോകുന്ന വഴിക്ക് സിലിക്ക വരുന്നുണ്ട് സോറി. ശ്വാസം കിറിട്ട് പറയാണ്, നീ ഇവിടെ ഭയങ്കര ഫേമസ് ആണല്ലോന്ന്. ഇല്ല, ഞാൻ ഡ്രാഗൺ ടൈമർ എന്ന നിലയിലായിരുന്നു ഇവിടെ ഫേമസ്. ഇപ്പോ അതും അല്ലാന്ന് പറയണേ. നമുക്ക് എന്തായാലും ബീസ്റ്റിനെ റിവൈവ് ചെയ്യാൻ പറ്റുമെന്ന് പറയാണ്. അങ്ങനെ അവിടെ നടന്നു പോകുന്ന സമയത്ത് ആ ചുവന്ന മുടിയത്തെ വീണ്ടും വരാണ്. അവൾ ചോദിക്കാണ്, എവിടെ നിന്റെ ആ പല്ലീന്ന്? അതോ നിന്നെ പേടിച്ച് ഓടിപ്പോയെന്ന് ചോദിച്ചു അവളെ കളിയാക്കാണ്. ആ സമയത്ത് അവൾ പറയാണ്, എന്നെ ചെയ്യുന്ന സമയത്താണ് അവൻ മരിച്ചു പോയത്, ഞാൻ എന്തായാലും അവനെ റിവൈവ് എന്ന് പറയാണ്. എനിക്ക് തോന്നുന്നില്ല നീ നിന്റെ ഈ ലെവലില് അത് റിവൈവ് ചെയ്യാൻ പറ്റുമെന്ന്. അതത്ര ഡിഫിക്കൽട്ട് അല്ലാന്ന് കേറിട്ടോ അവളോട് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവൾ നടന്നുപോയി ഒരു ഹോട്ടലിൽ പോലെ എന്തോ സെറ്റപ്പിലേക്ക് പോവാണ്. ഇതാണ് നിന്റെ ആദ്യത്തെ MMO ഗെയിം എന്ന് ചോദിക്കാണ് കേറിട്ടോ. അപ്പോ സിലിക്ക് പറയാണ് ആദ്യമെന്ന്. അങ്ങനെ കേറിട്ട് അവള് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. അതായത് ഈ പച്ച കളറിൽ കാണുന്നവരെല്ലാം നല്ല മനുഷ്യർ, അവരെങ്ങാനും എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ അത് ഓറഞ്ച് കളറിലേക്ക് ചേഞ്ച് ആവും. അതുപോലെ അവരാണ് പിന്നീട് റെഡ് പ്ലേയേഴ്സ് എന്ന് വിളിക്കുന്നതെന്ന് പറയാണ്. അവര് വളരെ മോശം ആളുകളായിരിക്കും. മറ്റൊരു പ്ലെയറിനെ
അവര് കൊന്നു കളഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഓറഞ്ച് കളറിലേക്ക് മാറിയിട്ടില്ലെന്ന് പറയാണ്. സോ അതൊക്കെ കേട്ട് അവളാകെ ടെൻഷൻ ആവണം, എന്ത് ഒരാളെ കൊല്ലുകയെന്ന്. അങ്ങനെ പിന്നെ കാണുന്നത് സിലിക്കയുടെ റൂമില് കിറിറ്റോയും അതുപോലെ അവിടെ ഇരിക്കുന്നതാണ്. കിറിറ്റോ ഒരു സാധനം എടുത്ത് കാണിച്ചു കൊടുക്കാണ്, ഇത് വെച്ച് നമുക്ക് ടെലിപ്പോർട്ട് ആകാൻ പറ്റുന്നുള്ളത്. അങ്ങനെ അത് ഓപ്പൺ ചെയ്തിട്ട് പറയാണ്, നമുക്ക് പോവേണ്ടത് ഹിൽസ് ഓഫ് മെമ്മറീസിലാണ്, അത് 47ാമത്തെ ഫ്ലോറിലാണ്. അങ്ങനെ ആ സമയത്ത് കിറിറ്റോ എന്തൊരു ശബ്ദം കേൾക്കാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടിപ്പോവാണ്, അവിടെ ആരുമില്ലായിരുന്നു. അങ്ങനെ അവർ തിരിച്ചു വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ടെലിപ്പോർട്ടായി പോവാണ്. അവിടെ മൊത്തത്തിൽ പൂക്കളും കാര്യങ്ങളൊക്കെയാണ്, മൊത്തത്തിൽ പറഞ്ഞ ഒരു ഗാർഡൻ പോലെയാണ്. സോ അവിടെ അവൾക്ക് നല്ല വർഷമുണ്ട്, അതേപോലെ അവിടെ മുഴുവനും കപ്പിൾസ് ആണ്. സോ അവൾ ചിന്തിക്കുന്നത് കിറിറ്റോയും അവളെ അങ്ങനെ കൊണ്ടുവന്നാണ്. സോ സോറി, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞ് അവൾ നടന്നു പോവാണ്. നീ എന്തെങ്കിലും തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് വാക്ക് തന്നെ, നീ ഉറപ്പായിട്ടും നീ ടൗണിലേക്ക് ഇത് ഈ ക്രിസ്റ്റൽസ് വെച്ച് ടെലിപ്പോർട്ട് ആവുന്നത്. സോ അവളത് കയ്യിൽ വെച്ചിട്ട് ഓക്കെ എന്ന് പറയണേ. അങ്ങനെ അവർ നടന്നു പോവാണ്. ആ സമയത്ത് ഏതോ ഒരു ജീവി അവളെ പിടിക്കാണ്. സോ അവള് അതിനെ അങ്ങ് തീർത്ത് കളയാണ്. അങ്ങനെ വീണ്ടും നടന്നു പോവാണ്. ഇതൊക്കെ ഫ്ലവേഴ്സിന്റെ എന്തോ ഒരു മോൺസ്റ്റർ പോലെയാണ്. സോ അടുത്ത് വന്നു അതിനെയും അവളോട് തീർക്കാൻ പറയാണ് കിറിറ്റോ. അങ്ങനെ അതിനെയും കൊന്നുകളയാണ് സിലിക്ക. അങ്ങനെ വീണ്ടും അവരോട് നിന്ന് നടന്നു പോകും. ആ സമയത്ത് കിറിറ്റോണ് സിസ്റ്ററിനെ പറ്റി സിലിക്ക ചോദിക്കാണ്. ആ സമയത്ത് കിറിറ്റോണ്, ആക്ച്വലി അവളെന്റെ നേരെയുള്ള സിസ്റ്റർ അല്ല, അവളെന്റെ കസിൻ സിസ്റ്റർ ആണ്. ഞങ്ങളുടെ വീട്ടിലാണ് അവള് താമസിക്കാറ്, ഞാനും അമ്മയും അതുപോലെ കസിൻ സിസ്റ്ററാണ് എന്റെ വീട്ടിലെന്ന് പറയണേ. അങ്ങനെ പോരുന്ന വഴിക്ക് കുറെ അധികം ഫ്ലവർ മോൺസ്റ്റേഴ്സ് ഉണ്ട്, അതിനൊക്കെ സിൽക്ക കൊന്നുകളയാണ്. അങ്ങനെ വീണ്ടും അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മറ്റൊരു മോൺസ്റ്റർ സിൽക്കയെ പിടിക്കാണ്. സോ അതിനെ കിറിറ്റോ കൊന്നുകളയാണ്. അങ്ങനെ വീണ്ടും അവരിങ്ങനെ നടന്നുപോയി അവസാനം ആ ഫ്ലവറിന്റെ മുന്നിലെത്താണ്, അതും റിവൈവിങ് ഫ്ലവറിന്റെ അടുത്ത്. സോ അത് കണ്ട് അവളതൊന്ന് എടുക്കുകയാണ്. ഇത് വെച്ച് പിന്നെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ കിറിറ്റോയാണ്, അതെ നിന്നെക്കൊണ്ട് അതിന് പറ്റുമെന്ന്. അങ്ങനെ അവർ വീണ്ടും നടന്നു പോവാണ്. നിൽക്ക്, അവിടെ ആരോ ഉണ്ടെന്ന് കിറിറ്റോ പറയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ആ ചുവന്ന മുടി എത്തി വരികയാണ്. നിങ്ങൾ അങ്ങനെ ആ ന്യൂമ ഫ്ലവർ എടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ് അവള്. നിങ്ങൾക്ക് ജീവനോടെ പോകണമെന്നുണ്ടെങ്കിൽ മര്യാദകൾ തന്നോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് ആ ചുവന്ന മുടി എത്തി. ഓ നീയാണല്ലേ ആ ഓറഞ്ച് ലീഡർ എന്ന് കിറിറ്റോ ചോദിക്കാണ്. നിന്റെ പേരെന്താ റൊസാലിയോന്നോ എന്നും കൂടി കിറി ചോദിക്കുന്നുണ്ട്. സോ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കാണ്. നീ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.